ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്ന അവിടുത്തെ വലിയ പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ഇന്നും എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും അനുഭവമാകുന്ന നിലയിലുള്ള ദൈവ സ്പർശനങ്ങൾ ഇന്നത്തെ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നലത്തെ ചിന്തയുടെ ബാക്കിയാണ് ഇന്ന് നാം ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ ചിന്തയ്ക്കായി എടുക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ഇന്നലെ നമ്മൾ ദൈവവിളിയെക്കുറിച്ച് വളരെ ആഴമായി തന്നെ ലഭ്യമായ സമയത്ത് നാം ചിന്തിച്ചു. ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നു ഇന്നലത്തെ മെസ്സേജിൽ. ഇന്നതിൻ്റെ അടുത്ത ഒരു തലത്തിൽ പരിശുദ്ധ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് ഞാൻ ആഴമായി ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വിളിക്കകത്ത് താങ്കൾക്കുള്ള എല്ലാം ഉണ്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇന്നലെ ഞാൻ എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി. ഒത്തിരി പേരുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ ഇടയായി. ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങളാണ് ഓരോരുത്തരും. എനിക്ക് ഇന്നും ദൈവം നമ്മെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു, നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു, വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആ താല്പര്യത്തോടെ, ബോധ്യത്തോടെ, കൊതിയോടെ ഇരുന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. ദൈവിക വിളി ഇന്നലെ ഞാൻ പറഞ്ഞു, അത് ക്രിസ്തുവിലൂടെയുള്ള ഒരു വിളിയാണ്. ഉന്നത വിളിയാണ്, സ്വാതന്ത്ര്യം നൽകുന്ന വിളിയാണ്, അധികാരം നൽകുന്ന വിളിയാണ്, സ്നേഹമുള്ള വിളിയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ ഉള്ള വിളിയാണ്. ദൈവത്തിൻ്റെ വിളി പരിശുദ്ധാത്മാവിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നു. ദൈവത്തിൻ്റെ വിളി പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ഒരു വ്യക്തിക്ക് ഉറപ്പിക്കാം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്നെ ദൈവം കണ്ടതാ എന്ന് നിങ്ങൾ എങ്ങനെ ഉറച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. വിശുദ്ധ ബൈബിൾ പ്രകാരം പരിശുദ്ധാത്മാവിലൂടെയാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെയാണ് നിങ്ങൾ ആ സത്യത്തെ തിരിച്ചറിഞ്ഞത്. പരിശുദ്ധാത്മാവിലൂടെയാണ് നിങ്ങളിപ്പോൾ ആ വിളിക്ക് യോഗ്യരായി തീർന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ വാക്യത്തിന് എത്ര പേർക്ക് ഒരു ഹല്ലേലൂയ പറയാൻ പറ്റും? പ്രൈസ് ടു ജീസസ്, ആമേൻ. ആദ്യം നമ്മൾ പറഞ്ഞു ക്രിസ്തീയ ജീവിതത്തിലെ വിളി ക്രിസ്തുവിലൂടെ വരുന്ന വിളിയാണെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് വിളി പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തിനാണ്? നിങ്ങളെ നിറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് പരിശുദ്ധാത്മാവ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ വിളി എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ കണ്ണ് എന്നെ കണ്ടു എങ്കിലും, നിങ്ങളെ ആ വിളിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ആകുന്നു. ഇന്നാർക്കും അതിനെക്കുറിച്ച് അത്ര ആധികാരികമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വളരെ വല്ലാത്തൊരു രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുമ്പോൾ, വളരെ സുതാര്യമായി ഞാൻ പറയട്ടെ, നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നും ആയില്ലെങ്കിലും, ഒന്നും നമ്മളെ കൊണ്ട് നടക്കുന്നില്ലെങ്കിലും, ഞാനൊരു സത്യം നിങ്ങളോട് പറയുന്നു, നമ്മെ പ്രാർത്ഥനാ ജീവിതത്തിനകത്തും യേശു ക്രിസ്തുവിനോട് കൂടെയും ചേർത്ത് നിർത്തുന്നത്
പരിശുദ്ധ ആത്മാവ് ആണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. മണവാട്ടി അവിടെ നിൽക്കട്ടെ, ആത്മാവും വരിക എന്ന ആത്മാവും. പലരുടെയും ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നപ്പോൾ, പലരുടെയും മനസ്സിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നപ്പോൾ, പലരുടെയും ഓർമ്മകളിൽ നിന്ന്, പലരുടെയും ഗുഡ് ലിസ്റ്റിൽ നിന്ന്, പലരുടെയും വീട്ടിൽ നിന്ന്, പലരുടെയും ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നപ്പോൾ നമ്മെ നോക്കി വരിക എന്ന് പറഞ്ഞു വിളിച്ച ഒരു നല്ല ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഏകദേശമൊക്കെ എക്സ്പയർ ആയി പോയ നിലവാരത്തിൽ മനുഷ്യവംശം നിന്നപ്പോൾ, അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടി നിന്നപ്പോൾ, അവൻ എക്സ്പയർ ആയി പോയി എന്ന് സാത്താൻ വിധിച്ചപ്പോൾ ഒരു അത്യുച്ചത്തിൽ മനുഷ്യന്റെ മേൽ വന്ന് നിപതിച്ച ഒരു വിളിയാണ് വരിക എന്ന വിളി. അതായത് ഒരു റീസ്റ്റോറേഷൻ ആണ് പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ യേശു കർത്താവ് മനുഷ്യന് വേണ്ടി വന്നപ്പോൾ, ദൈവത്തിന്റെ ഒരു രണ്ടാം പദ്ധതി മനുഷ്യനെ കുറിച്ച് ഉണ്ടായപ്പോൾ വന്നത് ഒരു റിസ്റ്റോറേഷൻ ആണ്. റിസ്റ്റോറേഷന് വേണ്ടി പ്ലാൻ ചെയ്ത കാലഘട്ടം മുതൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ ആത്മാവ് ഇന്ന് പരിവർത്തിക്കുന്നത് ഓരോ വ്യക്തികളുടെയും മേൽ തന്നെയാണ്. ഓരോ വ്യക്തികളുടെ ആത്മാവിൽ അത് ആമേൻ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. പ്രാണനിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. ശരീരത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. ബുദ്ധിമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. വികാരമേഖലകളിൽ പരിവർത്തിക്കുന്നു. ഒന്നും കൂടെ കയറി പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ വരെയും ചെന്നെത്തി നിന്നെ ശുദ്ധീകരിച്ച് കൊള്ളാമെന്നുള്ളൊരു പാത്രമാക്കി ദൈവത്തിന്റെ വിളിക്കൊത്തവണ്ണം വിശുദ്ധിയോടെയും വേർപാടോടെയും ശക്തിയോടെയും അധികാരത്തോടെയും നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആരെയൊക്കെയോ വിളിക്കുകയാണ്. വരിക എന്ന ആത്മാവും മണവാട്ടിയും, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും. ഇന്ന് ആരെങ്കിലുമൊക്കെ ഞാൻ ഈ പറയുന്ന വാക്യത്തിന്റെ ആഴത്തെ ഉൾക്കൊള്ളുന്നു എങ്കിൽ ആ ബോധ്യത്തോടുകൂടെ തന്നെ നിങ്ങളൊന്ന് പ്രതികരിച്ചാട്ടെ. ഇന്ന് ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തിരിച്ച് വിളിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ നഷ്ടപ്പെട്ടുപോയ ആത്മീയ ശക്തിയിലേക്ക് വരിക എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളെ ആ നഷ്ടപ്പെട്ടുപോയി എന്ന് പറയുന്ന പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. ദൈവം തന്ന താലന്തുകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കഴിയാത്ത പോലെ നിങ്ങളെ എവിടെയൊക്കെയോ മരവിപ്പിക്കുന്ന ഏതൊക്കെയോ മരവിപ്പിൽ നിന്ന് വരിക എന്ന് പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. നീ വിളി കേട്ടാൽ, നീ വിളിക്ക് പ്രതികരിച്ചാൽ നിന്നെ സ്വർഗം അപ്പോയിന്റ് ചെയ്യാൻ ഇന്ന് താല്പര്യത്തോടെ നിൽക്കുകയാണ്. ആമേൻ. വരിക ഒരു ഇൻവിറ്റേഷൻ ആണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഇൻവിറ്റേഷന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ക്ഷണിക്കാനേ പറ്റൂ, നിങ്ങളെ എടുത്തോണ്ട് പോവുകയല്ല. ക്ലിയർ? ഇൻവിറ്റേഷന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു വ്യക്തി കല്യാണം ക്ഷണിച്ചു വരുന്നു, അവരുടെ വിവാഹത്തിന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. ഡേറ്റും മാസവും സ്ഥലവും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാർഡും തന്നേച്ച് പോയിട്ട് കല്യാണത്തിന്റെ തലേ ദിവസമോ കല്യാണത്തിന്റെ ദിവസമോ നിങ്ങളെ വീട്ടിൽ വന്ന് എടുത്തോണ്ട് അവർ പോവുമോ? അവിടെ ചെല്ലുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയും ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് വിളിച്ചവരുടെ ഡ്യൂട്ടിയാണ്. കാർഡ് നമ്മുടെ കയ്യിലുണ്ട്. സ്ഥലം തെറ്റാതെ സമയം തെറ്റാതെ ചെല്ലേണ്ടത് ആ വിളി സ്വീകരിച്ച സ്വീകർത്താവാണ്. എന്നതുപോലെ വരിക എന്ന ആത്മാവ് ചിലരെ നോക്കി വിളിക്കുമ്പോൾ അവിടെ വന്ന് തൊട്ടും തലോടിയും തടകിയും ഒന്നും പരിശുദ്ധാത്മാവ് ആരെയും നിർബന്ധിച്ച് എടുത്തുകൊണ്ടുപോയി അഭിഷേകം ചെയ്യത്തില്ല. പക്ഷേ വിളിയോട് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, യാക്കോബിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്? ദൈവവുമായിട്ട് മല്ല് പിടിച്ചാണ് അനുഗ്രഹം പ്രാപിച്ചത് എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതത്തിനകത്ത്, ആത്മീയ ജീവിതത്തിനകത്ത് നമുക്കൊരു മൽപ്പിടുത്തം ആവശ്യമാണ്. അത് ദൈവമായിട്ടല്ല, സാത്താനുമായിട്ടാണ്. പക്ഷേ അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി
ഒരാത്മീയന് ഇല്ലാത്തടത്തോളം കാലം അവൻ സാത്താന്റെ കൊട്ടിന് എപ്പോഴും വിധേയപ്പെടേണ്ടി വരും. അനുഗ്രഹം പ്രാപിക്കണം, വിടുതൽ എടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടോണ്ടിരുന്ന സമയം അതിൽ ആ പാസ്റ്റർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തു. നമ്മൾ വയലൻസ് പ്രെയർ ചെയ്യണമെന്നാണ് മനുഷ്യൻ പറയുന്നത്. വയലൻസ് പ്രെയർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ വയലന്റ് ആയിട്ട് പ്രാർത്ഥിക്കണം. അതെല്ലാവർക്കും ഡൈജസ്റ്റ് ആകണമെന്നില്ല. ഞാൻ പറയുന്ന ഈ കാര്യം എല്ലാവർക്കും ഡൈജസ്റ്റ് ആകണമെന്നില്ല. എന്നാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ വയലൻസ് പ്രെയർ ആവശ്യമാണ്. വയലന്റ് ആകാൻ വേണ്ടി ആകരുത് വയലൻസ് പ്രെയർ. വയലൻസ് പ്രെയർ എന്ന് പറയുന്നത് നമ്മൾ സാത്താനുമായിട്ട് നമ്മുടെ ആത്മാവ് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ആത്മാവ് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആത്മാവിൻ്റെ കണ്ണ് ഏതെങ്കിലും ഡീമന്റെ മേൽ തിരിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ശൈലി മാറും. നമ്മുടെ പ്രാർത്ഥനാ രീതി മാറും, നമ്മുടെ മുഖഭാവം മാറും, ശബ്ദം മാറും, നമ്മുടെ ലാംഗ്വേജുകൾ ചേഞ്ച് ആവും, നമ്മുടെ ഒച്ചയ്ക്ക് വ്യത്യാസം വരും, നമ്മൾ ചിലപ്പോൾ ഷൗട്ട് ചെയ്യുന്നു വരും. നമുക്കത് മാനസികമായിട്ട് പ്രശ്നം ഉള്ളതുകൊണ്ടല്ല, അത് നമ്മുടെ സ്പിരിറ്റ് സെൻസ് ചെയ്യുന്ന എവിടെയോ എന്തോ ഒരു ഡിമോണിക് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത് സ്പിരിറ്റ് സെൻസ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കോട് ഞാൻ പൊരുത്തപ്പെടുന്നുണ്ട്. വയലൻസ് പ്രെയർ. ഞാനൊക്കെ ഈ ക്രിസ്തീയ ജീവിതത്തിലോട്ടൊക്കെ ഇങ്ങനെ ചുവട് വെച്ച് വന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ വയലൻസ് പ്രെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോർമൽ പ്രെയർ ഒന്നും ഇല്ലായിരുന്നു. നോർമൽ പ്രെയറൊക്കെ വളരെ കുറവായിരുന്നു. വയലൻസ് പ്രെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും വലിയ ഒരു കെട്ടുപൂട്ടിനകത്തു നിന്നാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളെയൊക്കെ പുറത്ത് കൊണ്ടുവന്നത്. അപ്പോൾ വയലൻസ് പ്രെയർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആ വാക്കിനോട് പൊരുത്തപ്പെടുകയാണ്. പക്ഷേ ഇൻവിറ്റേഷൻ തന്ന പരിശുദ്ധാത്മാവിന് എന്നെ എങ്ങനെ കൊണ്ടുപോകണം, എന്നെ എങ്ങനെ മേക്ക് ഓവർ ചെയ്യണം, എന്നെ എങ്ങനെ ഡിസൈൻ ചെയ്യണം, എന്നെ എങ്ങനെ ആക്കി തീർക്കണം എന്ന് നന്നായിട്ടറിയാം. എല്ലാവരും പത്രോസ് അല്ല, എല്ലാവരും പൗലോസ് അല്ല, എല്ലാവരും സ്തെഫാനോസ് അല്ല, എല്ലാവരും യോസേഫ് അല്ല, എല്ലാവരും അബ്രഹാമും അല്ല. പക്ഷേ എല്ലാവർക്കും യേശുവിനെ പോലെ ആകാൻ സ്വർഗം ഒരു അധികാരം തന്നിട്ടുണ്ട്. നീ പൗലോസായില്ലേലും വേണ്ടുകയില്ല, നീ പത്രോസായില്ലേലും വേണ്ടുകയില്ല, നീ യോസേഫായില്ലേലും വേണ്ടുകയില്ല, നീ അബ്രഹാമായില്ലേലും വേണ്ടുകയില്ല, നീ യാക്കോബായില്ലേലും വേണ്ടുകയില്ല, നീ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ആയില്ലേലും വേണ്ടുകയില്ല. പക്ഷേ യേശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. യേശുവിനെ പോലെ നമുക്കാകാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അയ്യോ നഷ്ടം. നമുക്ക് യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളും പോരായ്മകളുമുണ്ട്. നമുക്ക് ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് കയറാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ പോരായ്മകൾ ഇനിയുമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു പത്രോസിനെ പോലെ ആകാനല്ലെങ്കിലും പൗലോസിനെ പോലെ ആകാനല്ലെങ്കിലും യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിനെ പോലെ ആകുന്ന എനിക്ക് സ്വർഗത്തിൽ വലിയ അംഗീകാരമാണുള്ളത്. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. പൗലോസും അത് തന്നെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകുവിൻ. നിന്റെ കർച്ചീഫ് കൊണ്ട് ആരുടെങ്കിലും മേലിട്ടാലും അവൻ സൗഖ്യമായില്ലേലും വേണ്ടുകയില്ല. നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ പക്ഷെ ഒരു വ്യക്തി സൗഖ്യമായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആ നിലവാരത്തിലുള്ള ഒരു ആത്മീയ അധികാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ആരെയൊക്കെ വിളിക്കുകയാണ്, വരിക. In the mighty name of Jesus. സ്വർഗം നിന്നെ വിളിക്കുന്നത് ഒരാത്മീയ അധികാരത്തിലേക്കാണ്. ദൈവം നിന്നെ വിളിക്കുന്നത് ഒരാത്മീയ അന്തസ്സിലേക്കാണ്. ദൈവം നിന്നെ വിളിക്കുന്നത് ഒരാത്മീയ പക്വതയിലേക്കാണ്. In the name of Jesus Christ. വരിക എന്ന് ആത്മാവും മണവാട്ടിയും വിളിക്കുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ജീവജലം സൗജന്യമാണ്, വില മുടക്കില്ല. പക്ഷെ ജീവജലം വാങ്ങുന്നിടം വരെ എത്തുന്നതിന് വില മുടക്കണം. ജീവജലം വാങ്ങുന്നിടം വരെ എത്തുന്നതിന് വില മുടക്കണം.
ഓടിച്ചിട്ട് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കാം എന്നാരും ആഗ്രഹിക്കരുത്. ഓടിച്ചിട്ട് പ്രാർത്ഥിപ്പിച്ച് വിടുതൽ പ്രാപിച്ചേക്കാം എന്ന് ആഗ്രഹിക്കരുത്. ഓടിച്ചിട്ട് പ്രാർത്ഥിച്ചൊരു ദൂത് കേട്ടാൽ അതതുപോലെ നടക്കും എന്ന് ചിന്തിക്കരുത്. അത് മഹാമണ്ഡത്തരമാണ്. ഓടിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു ദൈവശബ്ദം എടുക്കാം. നിങ്ങൾ ആരും അങ്ങനെ കരുതരുത്. ദൈവശബ്ദം വെളിപ്പെടണമെങ്കിൽ വ്യക്തമായി പരിശുദ്ധാത്മാവിനോടുകൂടെ ഇരുന്നാലേ വെളിപ്പെടൂ. അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് ഒന്ന് പ്രാർത്ഥിച്ചൊരു ദൂത് പറഞ്ഞെന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞ അത് അയാളുടെ ആലോചന ആയിരിക്കും. അത് പരിശുദ്ധാത്മാവിന്റെ ആലോചന ആയിക്കൊള്ളണമെന്നില്ല. വരിക എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞതിന്റെ അർത്ഥം ഒരു ടെന്നീസ് ബോൾ എറിഞ്ഞ് ക്യാച്ച് പിടിക്കുന്ന പോലെ മേടിച്ചുകൊണ്ട് പോക എന്നല്ല. വരിക എന്ന് പറഞ്ഞാൽ അത് അല്പസമയം പരിശുദ്ധാത്മാവിനോടുകൂടി അല്ല, ആജീവനാന്തകാലം പരിശുദ്ധാത്മാവിനോടുകൂടെ ജീവിക്കണമെന്നാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ജീവിക്കുന്നത്, ഞാനൊരു കാര്യം എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്നകന്ന്, മീൻസ് നമ്മൾ എന്തെങ്കിലും ഒഫീഷ്യലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അകൽച്ചയാണ് ഞാൻ പറയുന്നത്, അല്ല സെപ്പറേഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും നമ്മുടെ വൈഫിൽ നിന്നും നമ്മുടെ ഹസ്ബൻഡിൽ നിന്നും ഒക്കെ നമുക്കകന്ന്, ഇപ്പം നിങ്ങളിൽ തന്നെ പലരും ഫാമിലിയെ നിങ്ങൾ മിസ് ചെയ്തിട്ട് നിങ്ങൾ ഒഫീഷ്യലി നിങ്ങൾ വേറൊരു രാജ്യത്തിൽ നിന്നായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത്. ആം ഐ റൈറ്റ്? ജോലിയുടെ ആവശ്യവുമായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്ര നാൾക്ക് ശേഷം വരാൻ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയിലായിരിക്കും. എഡ്യൂക്കേഷന് വേണ്ടി മറ്റൊരു രാജ്യത്തിൽ പോയി നിന്നുകൊണ്ട് പഠിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്. നിങ്ങളുടെ ഫാമിലി നാട്ടിലായിരിക്കും, നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ നാട്ടിലായിരിക്കും, നിങ്ങൾ വേറൊരു കൺട്രിയിലായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, വീഡിയോ കോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, പരിശുദ്ധാത്മാവുമായി അകന്നു നിന്നുകൊണ്ട് നിനക്കൊരിക്കലും ജീവനോടെ ജീവിക്കാൻ പറ്റത്തില്ല. അതെഴുതി ഞാൻ അടിയിൽ സൈൻ ചെയ്തു തരാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായി അകന്നു നിന്നുകൊണ്ട് നിനക്ക് ജീവനോടെ ജീവിക്കാൻ പറ്റുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ജീവൻ ഈ ജീവജലത്തിൽ നിന്നൊരു വ്യക്തിക്ക് ലഭിക്കുന്ന ജീവനാണ്. ഈ ജീവൻ വേറെ, ഞാൻ ജീവിക്കുന്ന ജീവൻ വേറെ. ഞാൻ ജീവിക്കുന്ന ജീവൻ മനുഷ്യ ജീവനാണ്. ഞാൻ ജീവിക്കുന്ന ജീവൻ ഒരു മനുഷ്യ ജീവനിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവനിലേക്ക് യേശുവിൻ്റെ ജീവൻ വന്ന് ചേരുമ്പോഴാണ് ഞാൻ ഒരു സ്പിരിച്വൽ ബീയിങ് ആയി മാറുന്നത്. ഈ ജീവൻ വെച്ചുകൊണ്ട് എനിക്ക് എന്ത് കൊള്ളരുതായ്മയും കാണിക്കാം. പക്ഷെ യേശുവിൻ്റെ ജീവൻ വന്നാൽ കൊള്ളരുതായ്മ കാണിക്കണമെന്ന് തോന്നിയാൽ പോലും എപ്പോഴും ഒരു ഡിഫൻസ് കാണും. ഒരു ഒബ്ജക്ഷൻ പറയും, നമ്മുടെ അടുത്ത് ഒരു ഒബ്ജക്ഷൻ പറയും, അത് വേണ്ട. നമ്മളെ അങ്ങനെ ഗൈഡ് ചെയ്യുന്ന ഒരു സ്പിരിറ്റിനെയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. വരിക എന്ന ആത്മാവ്. ഈ വരിക എന്ന വാക്കിനകത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാ മേഖലകളിലും പ്രൊവൈഡ് ചെയ്യാനുള്ളത്. കാരണം ദാഹിക്കുന്നു എന്ന് അറിയാം ഈ ആത്മാവിന്. എടുത്തു കൊള്ളട്ടെ എന്നാണ് ദൈവം ഇച്ഛിക്കുന്നത്. എടുക്കണമെങ്കിൽ ഞാൻ എത്തേണ്ടിടം വരെ എത്തണം. പലരും പകുതി വഴിയിൽ വെച്ച് എനിക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകുന്നു. പലരും പകുതി വഴിയിൽ വെച്ച് മടുത്തു പോകുന്നു. പലരും പകുതി വഴിയിൽ വെച്ച് മറന്നു പോകുന്നു ഈ ആത്മീയ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണമെന്ന്. പക്ഷേ ഈ വർണ്ണമായ കാഴ്ചകൾക്കകത്തൊന്നും കണ്ണും മനസ്സ് കുടുങ്ങിപ്പോകാതെ എപ്പോഴൊക്കെയോ നിന്റെ ജീവിതത്തിൽ ഇടപെടുകയും ഒരുപക്ഷെ അമിത സ്വാതന്ത്ര്യം പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അമിതമായ സ്വാതന്ത്ര്യം എടുത്തിട്ട് വേണ്ട, നീ അങ്ങനെ കളങ്കപ്പെടണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി നമ്മെ എവിടെ നിന്നൊക്കെയോ സേവ് ചെയ്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന എന്തിനെന്നറിയാമോ? നീ വിളിക്കകത്ത് നകന്നു പോകരുതെന്ന് അവിടെ നീ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, ഇച്ഛിക്കുന്നത് കൊണ്ടുമാണ്. ഇതൊന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും നീ ആ ദൈവവിളിക്ക് പാത്രമായി എന്ന് നീ തിരിച്ചറിയുക. നീ ഒന്നും എവിടെ എത്തിയില്ലെങ്കിലും നീ ആ ദൈവവിളിക്ക് പാത്രമായ ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുക. പക്ഷെ ഈ തിരിച്ചറിവ് നിനക്കുണ്ടെങ്കിൽ നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായ ഉന്നതിയിലേക്ക് നിന്നെ ആത്മീയമായിട്ടാകട്ടെ ഭൗതികമായിട്ടാകട്ടെ ഏത് നിലയിലാകട്ടെ നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് എന്ന് ഞാൻ ഈ സഭയോട് വിളിച്ചു പറയുന്നു. Labraya, Spirit of God in Jesus' name. Elohim Taruhosaya.
In the name. Hallelujah. ആ നിലവാരത്തിൽ നമ്മെ എത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ നിലവാരത്തിൽ നമ്മെ ഉയർത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്, ആ നിലവാരത്തിൽ നമ്മെ ആക്കി തീർക്കുന്ന നല്ല കർത്താവ്, ആ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ. അപ്പൊ നമ്മൾ രണ്ടാമത് ചിന്തിച്ചു പരിശുദ്ധാത്മാവിലൂടെയുള്ള വിളി. മൂന്നാമത് തിരുവെഴുത്ത് പറയുന്ന ക്രിസ്തീയ വിളി സുവിശേഷത്തിലൂടെയുള്ള വിളിയാണ്. സുവിശേഷത്തിലൂടെയുള്ള വിളി. തെസലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം. തെസലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം എടുത്തേ. അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പൊ സുവിശേഷ ഘോഷണത്തിലൂടെയുള്ള വിളി, സുവിശേഷത്തിലൂടെയുള്ള വിളി. ഈ വിളി എങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ വന്നേ? ഒരു പ്രവചനം കേട്ട് മാത്രമല്ല. ഈ വിളി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. ദൈവം നമ്മളെ കണ്ടതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, സുവിശേഷത്തിലൂടെയാണ്. ഈ സുവിശേഷത്തിലൂടെയുള്ള വിളി എന്തിനെന്നറിയാമോ? നിന്നെ യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു സ്നേഹിക്കുന്നു എന്ന് മാത്രം ഒന്നും പറയാനല്ല. ഈ സുവിശേഷത്തിലൂടെയുള്ള വിളി, ഈ വാക്യത്തിനകത്ത് കിടക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് വായിലെടുക്കേണ്ട ഒരു വാക്കാ. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. മഹത്വം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങ് പറഞ്ഞ് ഒരു പഞ്ചിനൊക്കെ വെക്കാം. പക്ഷെ ഈ മഹത്വത്തെക്കുറിച്ച് ശരിക്ക് പഠിച്ചാൽ, ഈ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവൻ വിറയ്ക്കും. അത്ര ഡീപ്പാണ് മഹത്വം. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞ്, ദൈവത്തിന്റെ മഹത്വം മീൻസ് ദൈവത്തിന്റെ ഗ്ലോറി. ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുന്ന ഞാനും ഇങ്ങനെ ഇരിക്കത്തില്ല, കേൾക്കുന്ന നിങ്ങളും ഇങ്ങനെ ഇരിക്കത്തില്ല. ഇരിക്കാൻ പറ്റത്തില്ല. മോശയാണ് ആദ്യം ഇത് പറഞ്ഞത്, എനിക്ക് ആ മഹത്വം കാണണം. I want to see your glory. കർത്താവ് പറഞ്ഞു, മോനെ അത് മാത്രം നിനക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പിൻഭാഗം മാത്രം, മുതുക് മാത്രം ഒന്ന് കാണിച്ചു. ഹല്ലേലൂയ. അത്രയും ഗ്ലോറിഫൈഡ് ആണ് ദൈവത്തിന്റെ ഗ്ലോറി. പക്ഷേ ഈ മഹത്വം പ്രാപിക്കാൻ നമ്മെ വിളിച്ചതും അനുവദിച്ചതും സുവിശേഷമാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ വെറുതെ വായിച്ചു വിടുന്നതല്ല. ഈ സുവിശേഷത്തിനകത്ത് ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള വാക്കുകളാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്തും സാത്താൻ സഹിക്കും. പക്ഷേ തിരുവെഴുത്തിന്റെ വാക്കുകൾ എടുത്ത് നാം സംസാരിക്കുന്നത് സാത്താന് കേട്ടു നിൽക്കാനും അത് കൊള്ളാനും പറ്റത്തില്ല. സാത്താനും പൊള്ളലേക്കും. അതുകൊണ്ടാണ് നിന്നെ തിരുവെഴുത്ത് കേൾക്കാൻ അനുവദിക്കാതെ ഓടിച്ചോണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് പ്രസംഗ സ്ഥലത്ത് നിന്നെ ഇരുത്താത്തത്. അതുകൊണ്ടാണ് കണ്ണു തുറന്നും കാതു തുറന്നും കേൾക്കാൻ അനുവദിക്കാതെ ആമേൻ മുഖവുര പറയുന്നതിനകത്ത് വെച്ച് നമ്മളെ നേരെ കിടത്തുന്നത്, ഉറക്കി കിടത്തുന്നത്. പ്രൈസ് ഗോഡ്. ഈ ദൈവത്തിന്റെ വചനം കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരു മഹത്വം അവിടെ വ്യാപരിക്കുമെന്നുള്ളതാണ്. ഇന്ന് ഈ നിലവാരത്തിൽ ഗ്ലോറിഫൈഡ് ആകാൻ ആരോഗ്യ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ വിളിച്ചത് ഈ മഹത്വത്തിലേക്കും കൂടെയാണ്. പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞ് താങ്കളെ വിളിച്ചത് ഈ മഹത്വത്തിലേക്കാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നാം കെട്ടിപ്പടുക്കുന്ന മഹത്വമല്ല, ദൈവം നമ്മുടെ മേൽ പകരുന്ന മഹത്വത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, ഗ്ലോറി. സുവിശേഷത്തിലൂടെയുള്ള വിളി. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം നമുക്കൊന്നെടുത്താൽ നമ്മളോട് ദൈവാത്മാവ് പറയുന്നത്, നമ്മുടെ വിളിയെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഇന്ന് ഈ ഒരു സെഷൻ, ഈ ഒരു ടോപ്പിക്ക് തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
ഓരികമധിക ശംധേരിയ. ഒന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചതേ മക്കളെ. ശംധുന ഋഗതല രഭജ ലഗനഘടക ശിഖാമാന അംധുനി ബ്രിഗതല രഭജ ധുനഘടക ശംധുന ഋഗതേ അംധുന ബ്രിഗതല രഗജ ക്ഷൈഡപപതിക ജഗദാരക്ഷസി അംധന ഋഗതല ബധുരി വിവിധി ഗഗദ ശംധുന ഋഗതരാജധുന അംധുനി ബ്രിഗതല രഗജ ശംധുന. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നോക്കി. ഹെബ്രൂ ചാപ്റ്റർ 3 വേഴ്സ് 1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. എന്ത് വിളിയാണ്? സ്വർഗീയ വിളി. ഹല്ലേലൂയ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചപ്പോൾ, യേശു വിളിച്ചപ്പോൾ വിളിച്ച വിളി എന്ന് പറയുന്നത് സ്വർഗീയമാകുന്ന വിളിയാണ്. ഹേയ്, ആ ഭവനത്തിലേക്ക് നോക്കി, ആ വീട്ടിലേക്ക് നോക്കി, ശാപമുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആ വീട്ടിലേക്ക് നോക്കി, ഉയർച്ച തരുന്നില്ലെന്ന് പറയുന്ന നിങ്ങളുടെ ആ വീട്ടിലേക്ക് നോക്കി, ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന നിങ്ങളുടെ ആ ഭവനത്തിലേക്ക് നോക്കി, നിങ്ങളെ അന്ധകാരത്തിനകത്താണ് ഇപ്പോഴും കിടക്കുന്നതെന്ന് നിങ്ങൾ പറയുന്ന ആ ഭവനത്തിലേക്ക് നോക്കി, നിങ്ങളെ നോക്കി ദൈവാത്മാവ് വിളിക്കുന്നത് ഒരു സ്വർഗീയ കോളിംഗ് ആണ്, ഒരു ഹെവൻലി കോളിംഗ്, ഒരു സ്വർഗീയ വിളി. നിന്നെ ആ ഭൂമണ്ഡലത്തിനകത്ത് തളച്ചിട്ടിരിക്കുന്ന, നിന്നെ ആ റൂമിനകത്ത് തളച്ചിട്ടിരിക്കുന്ന, നിന്നെ ആ ജയിൽ അറയ്ക്കകത്ത് തളച്ചിട്ടിരിക്കുന്ന ആ ബന്ധനങ്ങളുടെ നടുവിലേക്ക് ഉയരത്തിലെ ഒരു വിളി ഇറങ്ങി വരുമ്പോൾ, ഇന്ന് ഒരു മനുഷ്യ സ്പർശനമില്ലാതെ നിന്റെ ജീവിതത്തിലെ ചങ്ങലകൾ സ്വർഗം പൊട്ടിച്ച് നിന്നെ ആ സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന ഒരു മീറ്റിംഗ് ആയി ഇത് മാറട്ടെ. സ്വർഗീയ വിളി. ഈ സ്വർഗീയ വിളി എന്ന് പറയുന്നത് സ്വർഗം, അവന്റെ സിംഹാസനം. ആ സിംഹാസനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഘനഗംഭീരമാകുന്ന ശബ്ദത്തോടുകൂടെയുള്ള വിളി, ഉയരത്തിൽ നിന്ന് വരുന്ന വിളി നിന്നെ ഉയർത്താനാണ്. താഴ്ചയിൽ നിന്ന് പറയുന്ന ശബ്ദം നിന്നെ താഴ്ത്താൻ നിൽക്കുമ്പോൾ, ഉയരത്തിൽ നിന്ന് വരുന്ന വിളി നിന്നെ ഉയർത്താനാണ്. നിന്നെ ഉയർത്തത്തിൽ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ മേൽ ഈ ദൈവ ശബ്ദം വ്യാപരിച്ചു തകരട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ സ്വർഗീയ വിളി സ്വർഗീയ പൗരന്മാർക്കാണ്. സ്വർഗീയ വിളി ഉന്നതമാകുന്ന വിളിയാണ്. ഉന്നത വിളി താഴ്ചയിലിരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് വരുന്നത് അവനെ സ്വർഗീയ പദവിയിലേക്ക് ഉയർത്താനാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളെപ്പോലെ നിങ്ങളുടെ വീട്ടിൽ പലരും താമസിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ പലരും ജീവിക്കുമ്പോൾ നിന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന വിളി എന്ന് പറയുന്നത് താഴ്ചയുടെ വിളിയല്ല, ഉയർച്ചയുടെ വിളിയാണ്. താഴ്ചയിൽ നിന്ന് വന്നൊരു വിളിയല്ല, ഉയരത്തിൽ നിന്ന് വന്നൊരു വിളിയാണ്. താഴ്ചയിൽ നിന്ന് വന്നൊരു സന്ദർശനമല്ല, താഴ്ചയിലായി പോയ നമ്മെ ഉയരത്തിൽ നിന്നുള്ള ഉദയ സന്ദർശനമായിട്ടാണ്. ആ സന്ദർശനം എൻ്റെ ജീവിതത്തിൽ വന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നീ താഴ്ച പ്രാപിക്കത്തില്ല സുഹൃത്തെ, നീ താഴ്ന്നു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നീ താളടിയായി പോകത്തില്ല, നീ നിരാശപ്പെടത്തില്ല, നീ ഇല്ലാതായി പോകത്തില്ല, നീ ഒന്നും ആകാതെ പോകത്തില്ല. നിന്റെ മേൽ കിടക്കുന്ന കോളിംഗ് ഹെവൻലി കോളിംഗ് ആണെങ്കിൽ, ഹെവന്റെ ആ നിലവാരത്തിലേക്ക്, ആ മഹത്വത്തിന്റെ അനുഭവത്തിലേക്ക് സ്വർഗം നിന്നെ ഉയർത്താൻ പോകുകയാണ്. ദൈവം നിന്നെ കൈപിടിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ പ്രവചന ശബ്ദം ആരുടെയൊക്കെയോ ജീവിതത്തിൽ ചലിക്കുന്നു, ഈ പ്രവചന ശബ്ദം ആരുടെയൊക്കെയോ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നു, ഈ പ്രവചന വചനം ആരുടെയൊക്കെയോ ജീവിതത്തിൽ അർത്ഥമുണ്ടാക്കുന്നു. നിന്റെ തകർന്നു പോകുമെന്ന് നിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച വ്യക്തികളുടെ മുമ്പിൽ ഉയരത്തിൽ നിന്ന് ഒരു ശബ്ദം പറയുന്നു, നിന്നെ ദൈവം
ഉയർത്തും. നീ നശിച്ചു പോകുമെന്ന് നിന്നെ നോക്കി ഭ്രാഗിയവരുടെ മുമ്പിൽ ഈ ദൈവശബ്ദം ഉയരത്തിൽ നിന്ന് പറയുന്നു, നിന്നെ ദൈവം ഉയർത്തും. നീ ഒന്നും നേടത്തില്ല, നിന്റെ മക്കൾ ഉൾപ്പെടെ ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഉയരത്തിൽ നിന്നുള്ള ശബ്ദം പറയുന്നു, നീ താഴ്ച പ്രാപിക്കത്തില്ല, നിന്നെ ദൈവം ഉയർത്തും. വിളിച്ചവൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമാണ്. നിന്നെ കണ്ടവൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമാണ്. നിന്നെ വിളിച്ച വിളി ഉയരത്തിലെ വിളിയാണ്. നിന്നെ വിളിച്ച വിളി ഔന്നത്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് നോക്കരുത്, ഉയരത്തിലുള്ളത് തന്നെ നോക്കുവേൻ എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതിന്റെ അടിസ്ഥാനവും ഉദ്ദേശവും ആശയവും ഇത് തന്നെയാണ്. നീ ഉയർച്ച പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ. അപ്പൊ സ്വർഗീയ വിളി, സ്വർഗീയ വിളി, കർത്താവിന്റെ സ്വർഗീയ വിളി. നമുക്കൊരു ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഇതവിടെ അവസാനിപ്പിക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തെ തിമോത്തിയോസിന് എഴുതിയ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന് 9-ാമത്തെ വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്ത നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി അപൂർണമല്ല, പൂർണ്ണമാണ്. ആ വിളി വിശുദ്ധ വിളിയാണ് എന്ന് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതൊരു വിശുദ്ധ വിളിയാണ്. ആ വിശുദ്ധ വിളിക്കകത്ത് അടങ്ങിയിരിക്കുന്ന എന്താണെന്നറിയാമോ? സുവിശേഷത്തിനകത്തുള്ള ജീവനും ചൈതന്യവും, അതുപോലെ തന്നെ സുവിശേഷത്തിനകത്തുള്ള ജീവൻ കൊണ്ട് അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ സുവിശേഷത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ജീവൻ കൊണ്ട് മരണത്തെ നീക്കിയ വിളി. ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിനകത്ത് മരണത്തെ നീക്കത്തക്കവണ്ണമുള്ള ജീവനുണ്ട്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെ പണിയത്തക്ക ജീവനും ശക്തിയുമുണ്ട്. മരണത്തെ നീക്കി ജീവനെ പ്രതിഷ്ഠിക്കത്തക്ക അധികാരമുണ്ട്. വിളിയുടെ പ്രത്യേകത നോക്കണേ. ഹല്ലേലൂയ. വിളിക്കകത്തുള്ള വാഗ്ദത്തം നോക്കണേ. മരണത്തെ നീക്കത്തക്ക വിളി, ജീവൻ വെളിപ്പെടുത്തത്തക്ക വിളി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ വിളി ഒന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടാൽ വരുന്നൊരു വ്യത്യാസം നോക്കണേ. ആത്മീയ മരണം നീക്കുന്ന വിളി, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളിലെയും മരണത്തെ നീക്കുന്ന വിളി, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതിന്റെ മേൽ വാഴുന്ന മരണത്തെ നീക്കുന്ന വിളി, ക്രിസ്തീയ ജീവിതത്തിലെ മരണകരമായ അനുഭവങ്ങളെ നീക്കുന്ന വിളി. എന്തെല്ലാമാണ് വരുന്നത്? ജീവൻ കൊണ്ട് ചൈതന്യപ്പെടുത്തുന്ന വിളി ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകതയാണ്. എനിക്ക് കർത്താവിന്റെ വേലയുണ്ട്, കർത്താവിന്റെ വേലയുണ്ട്, കർത്താവിന്റെ വേലയുണ്ട് എന്നുള്ള ഒരൊറ്റ വാക്കി നമുക്ക് നിർത്താനൊന്നും പറ്റത്തില്ല. വിളി എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞ് വിളിയുടെ ക്വാളിറ്റി കുറച്ച് കളഞ്ഞു. വിളി എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വേല അവിടെ കൊണ്ട് തീരുന്ന ഒരു വിളി അല്ല. വിളി ഈ പൗലോസിനെ പത്രോസിനെയൊക്കെ കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിന്റെ വേല അവിടെ കൊണ്ട് അവരുടെ വിളി തീർന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? അവരുടെ വേലയ്ക്കകത്ത് നടന്ന മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ഓർത്തേ. വേല മാത്രമാണ് അവിടെ അല്ല, വേല മാത്രമല്ല അവിടെ നടക്കുന്നത്. അതിനകത്ത് എന്തെല്ലാം നടന്നു? ക്രിയേഷൻസ് നടക്കുന്നു, ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്നു, എന്തെല്ലാമാ നടക്കുന്നത്? മരിച്ചവൻ ഉയർക്കുന്നു. എലീശയുടെയൊക്കെ മേൽ ദൈവത്തിന്റെ കോള്, കർത്താവിന്റെ വേല.
പറഞ്ഞ് നമ്മൾ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാത്തിനും ഓരോ രീതിയും എനിക്ക് എപ്പോഴും ഞാൻ പറയാറുള്ളത്, നമുക്ക് ഈ രക്ഷിക്കപ്പെട്ടവരുടെ ഒരു പ്രത്യേകത, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. അവർ സാക്ഷ്യം പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ്, സാക്ഷ്യം പറയുന്നതിന് ഒരു പ്രത്യേക രീതിയാണ്, വചനം പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ്, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ്. കർത്താവിൻ്റെ വേല അവിടെ കൊണ്ട് തീരുന്നില്ല. ഞാനും ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ എന്തൊക്കെയോ പഴയ ചട്ടക്കൂടിനകത്ത് വെച്ച് ഫ്രെയിം ചെയ്ത് ഞാനും അങ്ങനെ ആകണം എന്ന് അങ്ങ് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. മാറ്റം വരട്ടെ. മാറ്റം വരുത്തുന്ന സുവിശേഷമാണ്. നമ്മൾ സുവിശേഷത്തെ പഴമയ്ക്കകത്ത് മുക്കി വയ്ക്കരുത്. സുവിശേഷം മാറ്റം കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയുടെ ടെസ്റ്റിമണി കേട്ടു. ടെസ്റ്റിമണി കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലേ ചെയ്തപ്പോൾ തന്നെ ഞാൻ അതിനെ അങ്ങ് മാറ്റി. നിങ്ങൾ എന്നെ വേറൊന്നും തെറ്റിദ്ധരിക്കല്ലേ. കാരണം ആ സാക്ഷ്യത്തിൻ്റെ ഭംഗി കളയുന്നു. എന്തൊക്കെയോ പഴയ ഫ്രെയിമിനകത്ത് കയറ്റി വെച്ചിട്ട് സുന്ദരമായ ഒരു സാക്ഷ്യം, ഒരു അടിപൊളി സാക്ഷ്യം, പക്ഷെ അതിനെ പറഞ്ഞ് അങ്ങ് വിറപ്പിച്ച് നീട്ടി, മര്യാദയ്ക്ക് പറയാനേ ഉള്ളൂ, പക്ഷെ അതിനെ അങ്ങ് എന്തൊക്കെയോ ഒരു പഴയ ശൈലിക്കകത്ത് കയറ്റി, നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത സാധനത്തിനെ ഏതിനകത്തൊക്കെയോ കയറ്റി ഡബ് ചെയ്ത് ഇറക്കി കുറച്ചുകൂടെ ഒന്ന് വിറപ്പിച്ച് നീട്ടി പറഞ്ഞ് അതിനെ ആകെ വികൃതമാക്കി. ഞാനങ്ങ് മാറ്റി. എന്നിട്ട് വേറെ ടെസ്റ്റിമണി കേട്ടു. സുവിശേഷം മാറ്റം കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ. സുവിശേഷം മാറ്റം കൊണ്ടുവരും. ഒരു വ്യക്തിക്ക് കേട്ടാൽ അയാൾ ജീവൻ വെക്കണം. അയാളെ വീണ്ടും പഴയ നിയമത്തിന്റെ കറുത്ത പുതപ്പിനകത്തേക്ക് കൊണ്ടുപോകരുത്. ഒരു വ്യക്തി ടെസ്റ്റിമണി കേട്ടാൽ ചത്തവൻ ജീവിക്കണം. അല്ല, നമ്മൾ ആരൊക്കെയോ പണ്ടത്തവർ പറയുന്നത് കേട്ട അതേ വിറയലും അതേ ബാസും അതേ നീട്ടലും അതേ കരച്ചിലും ഇതൊന്നും കൊണ്ട് കേറ്റുന്നതല്ല ക്രിസ്തീയ ജീവിതവും. അതല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ രീതി. പ്രൈസ് ഗാഡ്. വിറപ്പിക്കുമ്പോഴല്ല ആത്മാവ് ഇളവുന്നേ. പ്രൈസ് ടു ജീസസ്. നമുക്ക് കണ്ടുപഠിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തിയുള്ള അത് കർത്താവ് യേശുവാണ്. ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല, പക്ഷെ സുവിശേഷം മാറ്റം കൊണ്ടുവരും. സുവിശേഷം മാറ്റം കൊണ്ടുവരും. നോക്കൂ, ആ ടെസ്റ്റിമണി ഒന്ന് കേട്ട് ബലപ്പെടാം, ദൈവത്തെ സ്തുതിക്കാമെന്ന് തീരുമാനിച്ച ഞാൻ ആ ടെസ്റ്റിമണി മാറ്റി. പക്ഷെ ആ ടെസ്റ്റിമണി ഇഷ്ടപ്പെടുന്ന പലരും കാണും, ആ രീതി ഇഷ്ടപ്പെടുന്ന പലരും കാണും. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ ജീവിപ്പിച്ചില്ല. അതെന്നെ അസ്വസ്ഥപ്പെടുത്തി, എന്റെ സ്പിരിറ്റിനെ അത് അസ്വസ്ഥപ്പെടുത്തി. ഹല്ലേലൂയ. വിളി നമുക്ക് മാറ്റം കൊണ്ടുവരും, നമ്മെ ചിന്തിപ്പിക്കും. എന്നെ കർത്താവ് ചിന്തിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണ്, ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ ചിന്ത എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നെ കർത്താവ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അറിഞ്ഞ വെളിപ്പാടുകൾ, ഞാൻ അറിഞ്ഞ സത്യം എന്റെ ജനത്തോട് ഞാൻ പറയുന്നു, അത്രമാത്രം. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. വചനം പറയുന്നു, നോക്കിയേ, മരണം നീക്കുന്ന ദൈവത്തിന്റെ വിളി, സുവിശേഷത്തിന്റെ തേജസ് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വിളി. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞ വ്യക്തി അവരൊരു ഹിന്ദു അല്ല, വേറൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ ഇതിലേക്ക് വന്നതാ. പക്ഷെ ഒരിക്കലും അവർ വന്ന കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ലെവലല്ല, അതെനിക്കറിയാം. അവർ വന്ന കമ്മ്യൂണിറ്റി ഇങ്ങനെ, പക്ഷെ അവർ ഇവിടോട്ട് വന്നിട്ട് അവരിങ്ങനെ ആയിപ്പോയി. ഒരിക്കലും പാടില്ല, അതൊരിക്കലും സംഭവിക്കരുത്. ഹല്ലേലൂയ. ആ നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ വളർത്താൻ ആഗ്രഹിക്കുകയാണ്. ആ നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ വളർത്താൻ ആഗ്രഹിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുന്നതും, ഇപ്പോൾ മരണം നീക്കിയിരിക്കുന്നതും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ
തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. നമ്മളായിരിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയ്ക്കൊത്തവണ്ണമാണ്. നമ്മുടെ സാക്ഷ്യങ്ങളാകട്ടെ, നമ്മുടെ ലൈഫാകട്ടെ, നമ്മുടെ സ്വഭാവമാകട്ടെ, വ്യക്തിത്വം ആകട്ടെ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഒത്തവണ്ണമായാൽ മതി. ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഒത്തവണ്ണമായാൽ മതി. അതിന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ കർത്താവ് പകരാതിരിക്കുകയില്ല. നിങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെട്ടാൽ കർത്താവ് പകരാതിരിക്കുകയില്ല. കാരണം വിശുദ്ധ വചനം പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഇന്നതാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ദാഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് ആ ദൈവത്തോടൊന്ന് ചോദിച്ചാൽ അവൻ പകരാതിരിക്കുകയില്ല. അവനത് നിങ്ങളുടെ മേൽ നിക്ഷേപിക്കാതിരിക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്നും പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇന്ന് കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞേ, കർത്താവേ, ജീവജലം എൻ്റെ മേൽ ഒന്ന് പകരണമേ. സ്പിരിറ്റ് ഓഫ് ഗാഡ് ഒന്ന് താല്പര്യത്തോടൊന്ന് പറഞ്ഞ്, കർത്താവേ, അദാഹജലം എൻ്റെ മേൽ ഒന്ന് പകരണമേ, അജീവജലം എൻ്റെ മേൽ ഒന്ന് പകരണമേ. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്? ഓഹോ, ഈ സുവിശേഷത്തിനകത്തുകൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഗ്ലോറിക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവേ, സുവിശേഷത്തിനകത്തുകൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഗ്ലോറിക്കായി. Rikama Shamtuna Ralmata no Sate Glory Salbahargo Alemtuno Rimaso Koyomtono Sateno Letano Sikhaino Ribraitastro Holy Amtuno Shaktiriba Jikatuno Alaptuno Ribra Thanostana Hilba Jikatuno Vihedano Ruha in the name. എല്ലാവരും പ്രാർത്ഥിച്ചൊരു ഗ്ലോറി നമ്മുടെ മേൽ ഇറങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഗ്ലോറി ഇറങ്ങട്ടെ, ഗ്ലോറി ഇറങ്ങട്ടെ, ഗ്ലോറി വ്യാപരിക്കട്ടെ, ഗ്ലോറി വ്യാപരിക്കട്ടെ. ഷൈഡമാന ഹംതുന രഗദല രഗദ ഷൈഡസ്കമമ അഥുരേ ശഗദേ റിഗദേ ലെമനെ ശഗദ ധുന. യേശുവിൻ്റെ നാമത്തിൽ ഗ്ലോറി വ്യാപരിക്കണമേ, ഗ്ലോറി ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ, ഗ്ലോറി ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ കർത്താവേ, ഗ്ലോറി ഞങ്ങളുടെ മധ്യത്തിൽ. ഹോ രഗദ ശംധന റിഗദന ഹംതുന ധുരേ ബ്രിഗദല രഗജ ശഗദരഗ ജഗധൂതപരാധന അധുനരിഗത ശംധേരിഗത. കർത്താവേ, ഈ ജനത്തിന്റെ മധ്യത്തിലേക്ക് ആ സുവിശേഷത്തിന്റെ ജീവനെ പകർന്നാട്ടപ്പ. ഈ ജനത്തിന്റെ മധ്യത്തിലേക്ക് സുവിശേഷത്തിന്റെ ജീവൻ പകർന്നാട്ട്, ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ ജീവൻ പകർന്നാട്ട്. മരണം നീക്കുന്ന ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ തേജസ്, ഹോ, അത് നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങുന്നു, അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നു, അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നു. ഭവനത്തിനകത്ത്, ജീവിതത്തിൽ, കരിയറിൽ, സ്പിരിച്വൽ ലൈഫിൽ. ഹോളി ഷാരാനാ ബ്രഹാസ്തോ റുഹോസ്തരോ ലബ്ധുനോ റീഖായോ ലെഖൈമ റുഹോസ്തര ബഹാന്ത ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, കേൾപ്പിച്ച വചനം പോലെ ഞങ്ങൾ ക്രിസ്തീയ വിളിക്കോഹരിക്കാരായുള്ളവരാണല്ലോ, സ്വർഗീയ വിളിക്കോഹരിക്കാരായവരാണല്ലോ. ദൈവമേ, ആ വിളിയിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുന്ന എല്ലാ തിന്മയുടെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയാണ്. ദൈവാത്മ പ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടട്ടപ്പ. സുവിശേഷത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ കർത്താവേ. നിങ്ങൾ ഒരുമിച്ച് ആത്മശക്തി പ്രാപിക്കട്ടെ പിതാവേ. അങ്ങയുടെ അത്ഭുതകര ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ചതിനായി സ്തോത്രം. കൂടി വന്ന സകല ജനത്തെയും ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടിരിക്കയാൽ നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമക്കളെ, നമ്മുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും
മുടക്കമില്ലാതെ നടത്തി വരുന്നു. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ റെഗുലറായിട്ട് ഈ ചാനൽ വിസിറ്റ് ചെയ്താട്ടെ. 2 നേരമുള്ള ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വളരാനുള്ള അവസരമുണ്ട്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മറ്റുള്ളവർക്കും കൂടെ ദയവായി ഞങ്ങളുടെ മീറ്റിംഗ് ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ജനത്തോടും അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നുമെന്നും അങ്ങയുടെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.